നമ്മൾ നോക്കുന്ന കണ്ണാടി മനസ്സിൻ്റെ കണ്ണാടിയാണോ അതോ ശരീരത്തിൻ്റെ മാത്രം കണ്ണാടിയാണോ? ഡെയിലി ഒരു വട്ടെങ്കിലും കണ്ണാടി നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ കണ്ണാടിയിൽ നമ്മളെപ്പോഴും നമ്മുടെ കുറവുകൾ മാത്രമേ കാണാറുള്ളൂ. നമുക്കില്ലാത്ത കാര്യങ്ങൾ അല്ലേ, മുടി കുറവാണ്, നിറം കുറവാണ്, കണ്ണിൻ്റെ അടിയിൽ കറുപ്പാണ്, മുഖത്തിന് കുരുക്കളാണ്, അതുപോലെ വണ്ണം കൂടുതലാണ്, വണ്ണം കുറവാണ്, ഇതുപോലെ കുറവുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അത് കുറവുകളാണെന്ന് നമുക്ക് എങ്ങനെയാണ് തോന്നിയത്? മറ്റുള്ളവരെ കമ്പയർ ചെയ്തപ്പോൾ അല്ലേ? ഒരിക്കലെങ്കിലും നമ്മൾ അടിപൊളിയാണ്, നമ്മൾ സൂപ്പറാണ്, നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് എപ്പോഴെങ്കിലും നമ്മളെ ശരീരത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നമ്മൾ അടിപൊളിയാണെന്ന് ഒരു വട്ടെങ്കിലും നമ്മൾ കണ്ണാടി നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ആണ് അവിടെ തെളിയിക്കുന്നത്. ഈ സെൽഫ് ലവ് ഇല്ലാത്തവർ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുക? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്തവർ മറ്റുള്ളവരെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും? ഒരിക്കലും നമ്മളെ ബോഡി ഇമേജ് വെച്ചിട്ടല്ല നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൺ, ഇവരൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആ ഒരു ബോഡി ഇമേജോ അല്ലെങ്കിൽ നിറത്തിൻ്റെ ബേസിലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അവരൊന്നും റോൾ മോഡൽ ആക്കില്ലായിരുന്നു. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്, നമ്മുടെ നല്ല വഴിയിലേക്ക് എത്തിച്ചത്, നല്ല ചിന്തകൾ പകർന്നു തന്ന ഒരുപാട് വ്യക്തികളൊക്കെ ഒരിക്കലും അവരുടെ ബോഡി ഇമേജിലല്ല വിശ്വസിച്ചത്. അവരുടെ കഴിവുകളിലാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണ്, അവരുടെ ആറ്റിറ്റ്യൂഡിലാണ്, അവരുടെ വിശ്വാസത്തിലാണ്, അവരുടെ കോൺഫിഡൻസിലാണ് വിശ്വസിച്ചത്. അപ്പം നമ്മളും നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടുള്ള കഴിവുകൾ നേടിയെടുക്കാനും നമ്മളെ അറിവുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഒരിക്കലും നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാത്ത ആളുകൾ ഇന്ന് മുതലെങ്കിലും സ്വയം സെലിബ്രേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമുക്ക് നേടിയ കഴിവുകൾ, നമ്മൾ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്, നമ്മൾ കൊടുത്ത കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബോഡി ഇമേജ് അല്ല നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഇന്നു മുതലെങ്കിലും സ്വയം സ്നേഹിക്കാനും സ്വയത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും തുടങ്ങാം. അപ്പോൾ ഇന്നു മുതൽ എല്ലാവർക്കും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.